പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് പെരിന്തൽമണ്ണയിൽ മൗലാന ഹോസ്പിറ്റലുള്ള ഡോക്ടർ കാസിം എന്ന് പറഞ്ഞ ആളെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനായിട്ട് എനിക്ക് വരാനൊത്തത് 4:30-ക്കാണ്. 5 മണിക്ക് ഡോക്ടർ പോകും. ഞാനിവിടുന്ന് പെട്ടെന്ന് നമ്മുടെ പരിചയക്കാരോട് ഒരാളെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ വേഗം നിവിടെത്തി കഴിഞ്ഞ് ഡോക്ടറെ മെത്തപ്പോൾ ഒരാളോട് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ ഡോക്ടറെ കാണാൻ പോവാണ് എന്നിങ്ങനെ മൗനമായിട്ടിങ്ങനെ പ്രാർത്ഥിച്ചു. ചെറിയ പ്രാർത്ഥന, സ്വർഗസ്ഥനായ നന്മവർദ്ധന പിതാനുപുത്ര ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അപ്പം എൻ്റെ മനസ്സിൽ കൂടെ ചിന്ത, ഈ തിരക്കിനിടയ്ക്ക് ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ എന്നൊരു ചിന്ത മനസ്സിൽ കിടന്നു. അന്നേരം എൻ്റെ മനസ്സിൽ കിടന്നേ, നമ്മുടെ മനസ്സിലെ വിചാരങ്ങൾ പോലും അറിയുന്ന ദൈവം, നമ്മൾ മനസ്സിൽ കൂടെ ചിന്തിക്കുന്ന ശരിയും തെറ്റുമായിട്ടുള്ള നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അറിയുന്ന ഒരു ദൈവമാണല്ലോ ദൈവം. ആ ദൈവം നമ്മൾ ഇപ്പം നേരിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും, നമ്മൾ റിക്വസ്റ്റ് ചെയ്തില്ലെങ്കിലും, ദൈവമേ ഞാൻ ഡോക്ടറെ കാണാൻ പോവാണ്, വേണ്ട വിധം ഉചിതമായ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ അവിടുന്ന് കനിയണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സിൽ കൂടി ചിന്തിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മനസ്സിൽ കൂടി ചിന്തിക്കുന്നതിന് പുറമെ ഞാൻ പ്രാർത്ഥിക്കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം കേൾക്കാതിരിക്കുമോ? നമ്മൾ ആരെ കാണാൻ പോകുമ്പോഴും നാം പണ്ട് പറയാറുള്ളത് പോലെ വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ പോലും ആ വൈദികനെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം കുർബാന കൂടുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക അനുഭവം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ, ഒരു പരീക്ഷണത്തിന് എന്ത് കാര്യത്തിന് പോകുമ്പോഴും ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് പോകുന്നത് നന്നായിരിക്കും എന്നൊരു ചിന്ത. അതായത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ പോലും അറിയുന്ന ദൈവം, അപ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാതിരിക്കുമോ? അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ അറിയുന്ന ദൈവത്തോട് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചാൽ ഒരു പ്രാർത്ഥന പോലും വെറുതെ ആവില്ല. എല്ലാ പ്രാർത്ഥനകളും ദൈവം സ്വീകരിച്ച് ഉചിതമായ കാര്യങ്ങൾ നമുക്കൂടി ചെയ്യും എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായ ഈ അനുഭവം ഞാൻ നിങ്ങളെ സമക്ഷം വെക്കുകയാണ്. ഡോക്ടറെ കണ്ടു, ശാന്തമായി സംസാരിച്ചു. ആകുലതകളൊക്കെ നീക്കത്തക്ക രീതിയിൽ ഡോക്ടറുമായി വളരെ ഫ്രണ്ട്ലിയായി സംസാരിക്കാൻ സാധിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.